വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. LDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു സാർവദേശീയ പ്രസ്ഥാനം തന്നെയാണ്. അത് ഇന്ത്യയിൽ അവരാഗ്രഹിക്കുന്നത്, ലോകത്ത് അവരാഗ്രഹിക്കുന്നത് ഇസ്ലാമിക സമൂഹം വേണമെന്നാണ്. ഇസ്ലാമിക രാഷ്ട്രം വേണം. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനമൊന്നുമില്ല. ഇവിടെ മുസ്ലിം ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത, വളരെ ചെറിയ സ്വാധീനം മാത്രമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ആ പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾ കൂട്ടുചേരുന്നു. അവർക്ക് പഴയതുപോലെയുള്ള വർഗീയ രീതിയില്ല എന്നൊക്കെ UDFന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്നത് തെറ്റാണ്, ആ നിലപാട് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെയും കൂട്ടുകാർക്ക് ഇവരെല്ലാം വർഗീയവാദികളാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് ഇപ്പൊ ഏതോ ഹിന്ദു മഹാസഭയോ ഏതോ സഭയുടെ അത്ര ഞങ്ങൾക്കാർക്കും വലിയമില്ലാത്ത സഭയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. മനോരമ മാതൃഭൂമിയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും അവരും ഇങ്ങനെ വലിയ രീതിയിലുള്ള വിവാദത്തിൽപ്പെടി. ഞങ്ങളൊരു വിവാദത്തിൽപ്പെട്ടില്ല. മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. വിശ്വാസി വർഗീയവാദിയല്ല. വർഗീയവാദിക്ക് ഒരിക്കലും വിശ്വാസിയാവാനും കഴിയില്ല. വിശ്വാസം വർഗീയവാദികൾക്കൊരു ഉപകരണം മാത്രമാണ്. വിശ്വാസ സമൂഹം ഒരുമിച്ചാൽ മാത്രമേ വർഗീയത ഇല്ലാതാക്കാനാവൂ. ഇതിലൂടെ UDFന്റെ വർഗീയ കൂട്ടുകെട്ടുകളെ നിലമ്പൂരിൽ ഇല്ലാതാക്കാനാവും. ഇടതുപക്ഷത്തിന് തുടർച്ചയായി ഭരണം ലഭിച്ചതോടെ തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിനായി. മുൻകാലങ്ങളിലെ പോലെ മാറി മാറി വരുന്ന മന്ത്രിസഭയായതിനാൽ ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ പല ജനകീയ പദ്ധതികളും UDF സർക്കാർ അട്ടിമറിക്കുന്നത് പതിവായിരുന്നു. ഇതിനുദാഹരണമാണ് പൊതുഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിത സൗകര്യമൊരുക്കൽ എന്നിവയിലുണ്ടായ സംസ്ഥാനത്തെ കുതിപ്പ്. ഇനിയും ജനകീയ പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. അതിനായി മൂന്നാമതും ഇടതുപക്ഷത്തുകാർ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ, രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രിയും തിരുവല്ല MLAയുമായ മാത്യു ടി തോമസ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് O അനിത രാജു, E സിന്ധു, കുന്നുമ്മൽ ഹരിദാസ്, കെ രാജ്മോഹൻ, നാസർ കൊളായി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.